ഹായ് വ്യൂവേഴ്സ്, അരീക്കോട് ITI ഫിറ്റഡ് ട്രേഡിലെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ഇമ്പോർട്ടൻസ് ഓഫ് സേഫ്റ്റി ആൻഡ് ജനറൽ പ്രിക്കോഷൻസ് ഒബ്സർവ്ഡ് ഇൻ ദി ഇൻഡസ്ട്രി ഷോപ്പ് ഫ്ലോർ. നമുക്കറിയാം, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ അവിടെ ഉണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ പലതരം സുരക്ഷാ മുൻകരുതലുകൾ നമ്മൾ സ്വീകരിക്കാറുണ്ട്. ഇത്തരം സേഫ്റ്റി പ്രിക്കോഷൻ അഥവാ സുരക്ഷാ മുൻകരുതലുകളെക്കുറിച്ചാണ് ഈ ക്ലാസ്സിൽ പ്രതിപാദിക്കുന്നത്. എൻ്റെ പേര് രാധാകൃഷ്ണൻ, അരീക്കോട് ITIയിലെ സീനിയർ ഇൻസ്ട്രക്ടറാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. സേഫ്റ്റി. അപ്പോൾ എന്താണ് സേഫ്റ്റി? സേഫ്റ്റി 6 അക്ഷരം സൂചിപ്പിക്കുന്നതാണ് സേഫ്റ്റി. അതെന്താണെന്ന് നോക്കാം. ഒന്ന്, യെസ് ഫോർ സെർച്ച് ഫോർ അസാർഡ്സ്. എന്തൊക്കെയാണ് അപകടങ്ങൾ, അത് നമ്മൾ മുൻകൂട്ടി സെർച്ച് ചെയ്യുക. എ, അനലൈസ് ദ റിസ്ക്. അതിന് എന്തൊക്കെ റിസ്ക്കാണ് ഒരു വർക്കിൽ വരുന്നത് അത് അനലൈസ് ചെയ്യുക. ഫൈൻഡ് ദി കോസ്. അപകടങ്ങൾക്കുണ്ടാകുന്ന കാരണം നമ്മൾ കണ്ടെത്തുക. എലിമിനേറ്റ് ദി കോസ്. അത്തരം കാരണങ്ങൾ മുൻകൂട്ടി തന്നെ ഒഴിവാക്കുക. ടെൽ അതേഴ്സ്. മറ്റുള്ളവരെയും ഇതേക്കുറിച്ച് പറയുക. യു ആർ സേഫ്. നിങ്ങൾ സ്വയം സുരക്ഷയായിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് സേഫ്റ്റിയായിട്ട് കോമൺ ആയിട്ട് ഒരു നിർവചനമായിട്ട് പറയാറ്. ഇമ്പോർട്ടൻസ് ഓഫ് സേഫ്റ്റി precautions. Generally, accidents do not happen, they are caused. അപകടങ്ങൾ വെറുതെ സംഭവിക്കുന്നതല്ല, അതിന് അതിൻ്റെതായ കാരണങ്ങൾ ഉണ്ടായിരിക്കും. മോസ്റ്റ് ആക്സിഡൻറ്റ്സ് ആർ അവോയ്ഡബിൾ. മിക്കവാറും എല്ലാ അപകടങ്ങളും ഒഴിവാക്കപ്പെടാവുന്നതാണ്. A good craftsman having a knowledge of various safety precautions can avoid accidents to himself and to his co-workers and protect the equipment from damage. ഒരു വൈദഗ്ധ്യമുള്ള ഒരു തൊഴിലാളിക്ക് സുരക്ഷാ മുൻകരുതലുകളെക്കുറിച്ച് ശരിയായ അറിവുണ്ടായിരിക്കും. ഇത് അവർക്കും അവരുടെ കൂടെ ജോലി ചെയ്യുന്ന മറ്റുള്ളവർക്കും അതുപോലെ അവർ ജോലി ചെയ്യുന്ന മെഷീനും ഉള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുന്നു. അതിനൊരു ചിത്രം കൊടുത്തിട്ടുണ്ട്. സേഫ്റ്റി ഈസ് എ ഫുൾ ടൈം ജോബ്, ഡോണ്ട് മേക്ക് ഇറ്റ് എ പാർട്ട് ടൈം പ്രാക്ടീസ്. സേഫ്റ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ജോലി ചെയ്യുന്ന എല്ലാ സമയത്തും നമ്മൾ ആ സുരക്ഷ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. അതേപോലെ ഒരു പാർട്ട് ടൈം ജോലിയായിട്ട് സുരക്ഷയെ കാണരുത്. നെക്സ്റ്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് സേഫ്റ്റി പ്രിക്കോഷൻസ്. പൊതുവായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. സേഫ്റ്റി ഇൻ എ വർക്ക്ഷോപ്പ് ക്യാൻ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു 3 കാറ്റഗറീസ്. ഒരു ഫാക്ടറിയിൽ അല്ലെങ്കിൽ ഒരു വർക്ക്ഷോപ്പിലെ സുരക്ഷയെ നമ്മൾ പ്രധാനമായിട്ടും 3 തരംതിരിച്ചിരിക്കുന്നത്. ജനറൽ സേഫ്റ്റി, പേഴ്സണൽ സേഫ്റ്റി, മെഷീൻ സേഫ്റ്റി. ഇതാണ് 3 തരംതിരിച്ചിട്ടുണ്ട്. അതിൽ പേഴ്സണൽ സേഫ്റ്റിൻ്റെ പിക്ചറാണ് ഇടതുവശത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഒരു വർക്ക്ഷോപ്പിൽ എങ്ങനെയാണ് നമ്മൾ പേഴ്സണലായിട്ട് നമ്മൾ എന്താ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതിൽ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. വലതുവശത്ത് കാണിച്ചിരിക്കുന്നത് ചെയ്യരുതാത്തതാണ്. അത് ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വലതുവശത്ത് എഴുതിയിരിക്കുന്നത്. ഇടതുവശത്ത് എഴുതിയിരിക്കുന്നത് ചെയ്യേണ്ട കാരണങ്ങൾ ചെയ്യേണ്ടത് റൈറ്റ് വേ ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് മുകളിൽ നോക്കി അറിയാൻ പറ്റും. ലോങ് ഹെയർ, ഷോർട്ട് ഹെയർ. എപ്പോഴും മുടി നീളം കുറച്ച് വെട്ടിയിരിക്കണം. നീളം കൂടിയ മുടി ഒഴിവാക്കേണ്ടതാണ്. ഷാർപ്പ് ടൂൾസ്. ഒരിക്കലും പോക്കറ്റിലൊക്കെ മൂർച്ച കൂടിയ ടൂൾസ് ഉപയോഗിക്കരുത്. അതേപോലെ സ്ലീവ്, നമ്മുടെ ഷർട്ടിൻ്റെ കൈ വളരെ മുകളിലേക്ക് തെറുത്ത് വെക്കണം. നമ്മൾ വർക്ക്ഷോപ്പിൽ ഒരിക്കലും ഫുൾ കൈ ഷർട്ട് ഇടാൻ പറ്റില്ല. ഹാഫ് കൈ ഷർട്ട് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ബട്ടൺസ് ആർ ഫാസൻഡ്. എല്ലാ ബട്ടണുകളും ഇട്ടിരിക്കണം. പിന്നെ അടുത്ത ഓവറോൾ കറക്റ്റ്. നമ്മൾ ഉപയോഗിക്കുന്ന പാൻറ്റൊക്കെ അധികം ഇറക്കണ്ടാവില്ല, കറക്റ്റ് ഇരിക്കണ്ടാവരുത്. ഹോൾസ് ഓൺ പോക്കറ്റ്. പോക്കറ്റിൽ ഹോളൊക്കെ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അതുപോലെ സേഫ്റ്റി ഷൂസാണ് നമ്മൾ ഇടാറ്. ഒരു സാധാരണ ഓപ്പൺ ഷൂസ് ഇടരുത്, സാധാരണ ചെരുപ്പിടരുത്. എപ്പോഴും കവേർഡ് ഷൂസ് മാത്രമാണ് വർക്ക്ഷോപ്പിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇത്രയും കാര്യങ്ങൾ കോമൺ ആയിട്ട് പേഴ്സണലായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്തത് നെക്സ്റ്റ് ജനറൽ സേഫ്റ്റി. അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഫസ്റ്റാണ് ജനറൽ സേഫ്റ്റി. പൊതുവായി എന്തൊക്കെ സുരക്ഷാ മുൻകരുതലുകളാണ് ഒരു വർക്ക്ഷോപ്പിൽ സ്വീകരിക്കേണ്ടത്? കീപ് ദ ഫ്ലോർ ആൻഡ് ഗാങ് വൈസ് ക്ലീൻ ആൻഡ് ക്ലിയേഴ്സ്. നമ്മൾ വർക്ക്ഷോപ്പിൽ വർക്ക്ഷോപ്പിൽ നടക്കുന്ന സ്ഥലങ്ങളിലും ഫ്ലോറൊക്കെ എന്തായിരിക്കും വളരെ ക്ലിയറും ക്ലീനും ആയിരിക്കണം.
മൂവ് വിത്ത് കെയർ ഇൻ ദി വർക്ക്ഷോപ്പ്. വർക്ക്ഷോപ്പിൽ നടക്കുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം മാത്രമേ നടക്കാൻ പറ്റുള്ളൂ. ഡോണ്ട് റൺ, ഒരിക്കലും ഓടരുത് വർക്ക്ഷോപ്പിൽ. ഡോണ്ട് ലീവ് ദ മെഷീൻസ് വൈൽ ഇൻ മോഷൻ. ഒരിക്കലും എന്താണ് ജോലി ചെയ്തിരിക്കുന്ന ഒരു മെഷീൻ്റെ മുകളിൽ എന്ത് ചെയ്യരുത്, അത് വിട്ടുപോകരുത്. ആ മെഷീൻ്റെ എടുത്തിനെ നിൽക്കണം, ഒരിക്കലും അവിടെ വിട്ടുപോകരുത്. നമ്മൾ മെഷീൻ ഓഫാക്കിയിട്ട് മാത്രമേ അതിനടുത്ത് പോകാൻ പറ്റുള്ളൂ. ഡോണ്ട് ടച്ച് ദ ഹാൻഡിൽ എനി എക്യുപ്മെൻറ്റ് മെഷീൻ അൺലെസ് ഓതറൈസ്ഡ് ടു ഡു സോ. നിങ്ങൾ ഒരു കാര്യം എന്താണ്, ഒരു എക്യുപ്മെൻറ്റോ ഒരു മെഷീൻ ഓപ്പറേറ്റ് ചെയ്യരുത് നിങ്ങളത് പറയാതെ. വെറുതെ പോയിട്ട് ഒരു മെഷീൻ സ്വിച്ചൊന്നും ഓണാക്കരുത്. ഡോണ്ട് വാക്ക് അണ്ടർ സസ്പെൻഡഡ് ലോഡ്സ്. ഒരിക്കലും തൂങ്ങിക്കിടക്കുന്ന ലോഡ്, എന്തെങ്കിലും ലോഡൊക്കെ മുകളിൽ തൂങ്ങിക്കിടക്കുന്ന അതിന് താഴെ കൂടെയൊക്കെ പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, അങ്ങനെ നടക്കരുത് അതിന് ചുവട്ട് കൂടെ. ഡോണ്ട് കട്ട് പ്രാക്ടിക്കൽ ജോക്സ് വൈൽ ഇൻ വർക്ക്. ഒരിക്കലും എന്താണ് ഒരു ജോലി ചെയ്യുമ്പോൾ അവിടെ ഒരിക്കലും തമാശ പറയരുത്. യൂസ് ദ കറക്റ്റ് ടൂൾസ് ഫോർ ദി ജോബ്. ഓരോ ജോലിക്കും അതിൻ്റെതായ കറക്റ്റ് ടൂൾസ് മാത്രം ഉപയോഗിക്കാൻ, ശരിയായ ഉപകരണങ്ങൾ നമ്മൾ അതിന് ഉപയോഗിക്കണം. പ്ലേസ് കീപ്പ് ദ ടൂൾസ് ഇൻ ദെയർ പ്രോപ്പർ പ്ലേസ്. ഓരോ ടൂൾസും അതിൻ്റെ കറക്റ്റ് സ്ഥലത്ത് മാത്രം ടൂൾസ് വെക്കുക. കീപ്പ് വൈപ്പ് ഔട്ട് സ്പ്ലിറ്റ് ഓയിൽ ഇമ്മീഡിയറ്റ്ലി. എവിടെയെങ്കിലും തറയിലൊക്കെ ഓയിൽ വീണാൽ അത് പെട്ടെന്ന് തുടച്ച് കളയുക. റീപ്ലേസ് ദ വോൺ ഔട്ട് ഓർ ഡാമേജ് ടൂൾസ് ഇമ്മീഡിയറ്റ്ലി. എന്താണ് എവിടെയും കേടുവന്നോ ഡാമേജ് ആയിട്ടുള്ള ടൂൾസൊക്കെ ഉണ്ട്, അത് പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റി പുതിയത് വെക്കുക. നെവർ ഡയറക്റ്റ് കംപ്രസ്ഡ് എയർ അറ്റ് യുവർ സെൽഫ് ഓർ അറ്റ് യുവർ കോവർക്കർ. നമ്മൾ കംപ്രസ്ഡ് എയർ നമ്മൾ ട്യൂബിലെ കാറ്റടിക്കാൻ ഉപയോഗിക്കുന്ന എയർ, അതിനുള്ള പൈപ്പ് ഒരിക്കലും ഡയറക്റ്റായിട്ട് ഒരാൾ മേലേക്ക് വെക്കരുത്. എന്താണ് പെട്ടെന്ന് അപകടങ്ങൾ വരും, ശ്രദ്ധിച്ച് മാത്രം ഉപയോഗിക്കുക. എൻഷുർ ആഡിക്വേറ്റ് ലൈറ്റ് ഇൻ ദ വർക്ക്ഷോപ്പ്. ഓരോ വർക്ക്ഷോപ്പിലും അതിന് ശരിയായിട്ട് ലൈറ്റിംഗ് ഉണ്ടായിരിക്കണം, ശരിയായ വെളിച്ചം എല്ലാ സ്ഥലത്തും എത്തണം. ക്ലീൻ ദ മെഷീൻ ഓൺലി വെൻ ഇറ്റ് ഈസ് നോട്ട് ഇൻ മോഷൻ. ഒരു മെഷീൻ ക്ലീൻ ചെയ്യേണ്ടത് എന്താണ്, അതൊക്കെ ആക്കിയ ശേഷം മാത്രമേ ഒരിക്കലും വർക്ക് ചെയ്യുന്ന മെഷീൻ ക്ലീൻ ചെയ്യരുത്. സ്വീപ്പ് എവേ ദ മെറ്റൽ കട്ടിങ്സ്. മെറ്റലിൻ്റെ പൊടികളൊക്കെ ലോഹപ്പൊടികളൊക്കെ അവിടുന്ന് ക്ലിയറായിട്ട് മാറ്റുക. നോ എവറിതിങ് അബൌട്ട് ദ മെഷീൻ ബിഫോർ യു സ്റ്റാർട്ട് ഇറ്റ്. ഒരു മെഷീൻ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് മുമ്പ് ആ മെഷീനെക്കുറിച്ച് എല്ലാം അറിയണം. പ്രധാനം പറയലെന്താണ്, നമുക്ക് മെഷീൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് അതിൻ്റെ ഓഫ് സ്വിച്ച് എവിടെയാണെന്ന് ആദ്യം നോക്കണം, എന്നിട്ട് മാത്രമേ അത് ഓണാക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന പോലെ തന്നെ എന്താണ് ഒരു മെഷീനെക്കുറിച്ച് ശരിയായ അറിവുണ്ടെങ്കിൽ മാത്രമേ അത് ഓണാക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അപകടങ്ങൾ കൂടാൻ സാധ്യതയുണ്ട്. അടുത്തതായിട്ട് പേഴ്സണൽ സേഫ്റ്റി. വ്യക്തിപരമായിട്ട് നമ്മൾ എന്തൊക്കെ സുരക്ഷയാണ് പാലിക്കേണ്ടത് എന്ന് പറയുന്നതാണ് പേഴ്സണൽ സേഫ്റ്റി. അതിന് ബന്ധപ്പെടുന്നതാണ് കീപ്പ് ദി ഓവറാൾ ബട്ടൺസ് ഫാസൻഡ്. എല്ലാ ബട്ടണുകളും ഇട്ടിരിക്കണം, ഷർട്ടൊക്കെ തുറന്നിടരുത്. ഡോണ്ട് യൂസ് ടൈസ് ആൻഡ് സ്കാർവ്സ്. നമ്മൾ സ്കാർവ്സുകൾ അതേമാതിരി ടൈ ഒന്നും കെട്ടരുത്. മെഷീന് മുകളിൽ ടൈ വെച്ച് പിടിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ടൈ ഒന്നും ഒരിക്കലും കെട്ടരുത്. റോൾ അപ്പ് ദ സ്ലീവ്സ് ടൈറ്റ്ലി അബവ് ദ എൽബോ. ഒരിക്കലും നമ്മൾ കൈമുട്ടിൻ്റെ മുകളിൽ വെച്ചിട്ട് ഈ ഷർട്ടിൻ്റെ കൈ തിരിച്ച് കയറ്റണം. അതുപോലെ വിയർ സേഫ്റ്റി ഷൂസ് ബൂട്ട്സ് എന്നാണ്. എപ്പോഴും സാധാ ചെരുപ്പിടാവുന്നതാണ്, ബൂട്ടോ അല്ലെ സേഫ്റ്റി ഷൂസോ വർക്ക്ഷോപ്പിലിടണം. കട്ട് ദി ഹെയർ ഷോർട്ട്. മുടി വളരെ ചെറുതാക്കിയിട്ട് വെട്ടണം. ഡോണ്ട് വിയർ എ റിംഗ് വാച്ച് ഓർ ചെയിൻ. ഒരിക്കലും ഒരു മോതിരമോ വാച്ചോ ചെയിനും ധരിക്കരുത്. നെവർ ലീൻ ഓൺ ദ മെഷീൻ. മെഷീന് മുകളിൽ ഒരിക്കലും ചാരി നിൽക്കരുത്, സ്വന്തം കാലിൽ നിൽക്കുക, മെഷീന് മുകളിൽ ഒരിക്കലും ചാരി നിൽക്കരുത്. ഡോണ്ട് ക്ലീൻ ഹാൻഡ്സ് ഇൻ ദ കൂളൻ്റ് ഫ്ലൂയിഡ്. കൈ ഉപയോഗിച്ച് ഒരിക്കലും കൂളൻ്റ് ഫ്ലൂയിഡ് ആക്കരുത്, അത് കൈക്ക് അലർജി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും എന്തെങ്കിലും ബ്രഷ് ഉപയോഗിച്ച് മാത്രം ഉപയോഗിക്കുക. ഡോണ്ട് സ്റ്റാർട്ട് ദ മെഷീൻ അണ്ടിൽ. ഒരു മെഷീൻ ഒരിക്കലും സ്റ്റാർട്ടാക്കരുത്. എങ്ങനത്തെ അവസ്ഥയിൽ ദ വർക്ക് പ്ലേസ് ഈസ് സെക്യൂർലി മൗണ്ടഡ്. അതിൽ ഉപയോഗിക്കുന്ന വർക്ക് പീസ് ശരിക്കും ഉറപ്പിച്ചിരിക്കണം, ലെയ്ത്തിലൊക്കെ ആണെങ്കിൽ. ദ ഫീഡ് ഓഫ് മെഷീനറി ഇൻ ന്യൂട്രൽ. നമ്മൾ ന്യൂട്രലാക്കിയ ശേഷം മാത്രമാണ് ഒരു മെഷീൻ വർക്ക് ചെയ്യൽ. ഡോണ്ട് ദ വർക്ക് ഏരിയ ഈസ് ക്ലിയർ. വർക്കിന് ചെയ്യുന്ന സ്ഥലം വളരെ ക്ലിയർ ആയിരിക്കണം. ഡോണ്ട് റിമൂവ് ഗാർഡ്സ് വെൻ മെഷീൻ ഇൻ മോഷൻ. ഒരിക്കലും മെഷീൻ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഗാർഡ്സ് ഒഴിവാക്കരുത്, ഗാർഡ്സിൽ വെച്ചിട്ട് മാത്രം വർക്ക് ചെയ്യണം. ഡോണ്ട് യൂസ് ക്രാക്ക്ഡ് ഓർ ചിപ്ഡ് ടൂൾസ്. ഒരിക്കലും പൊട്ടിയതോ അല്ലെ ക്രാക്ക് വിള്ളൽ വന്നതൊക്കെ ടൂൾസ് ആയിട്ട് ഉപയോഗിക്കരുത്, അത് ഒഴിവാക്കുക. ഡോണ്ട് അഡ്ജസ്റ്റ് ക്ലാംസ് ഓർ ഹോൾഡിംഗ് ഡിവൈസസ് വൈൽ ദ മെഷീൻ ഈസ് ഇൻ മോഷൻ. പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മെഷീന് മുകളിൽ ഒരിക്കലും ക്ലാമ്പ് ഒന്ന് പിടിപ്പിക്കുകയും ചെയ്യരുത്, അത് ഓഫാക്കിയ ശേഷം മാത്രം ചെയ്യുക.
നെവർ ടച്ച് ദ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ് വിത്ത് വെറ്റ് ഹാൻഡ്സ്. ഒരിക്കലും എന്താണ് ലൈവായിട്ടുള്ള ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ് നനഞ്ഞ കൈ ഉപയോഗിച്ച് പിടിക്കരുത്, അത് ഷോക്ക് അടിക്കാൻ സാധ്യതയുണ്ട്. ഡോണ്ട് യൂസ് അനി ഫോൾട്ടി ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്. കേടായ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ ഉപയോഗിക്കരുത്. എൻഷുർ ദാറ്റ് ദ ഇലക്ട്രിക്കൽ കണക്ഷൻസ് ആർ മെയ്ഡ് ബൈ ദ ഓതറൈസ്ഡ് ഇലക്ട്രീഷ്യൻ ഓൺലി. നമ്മൾ ഇലക്ട്രിക്കൽ എന്തെങ്കിലും വർക്ക് ചെയ്യുകയാണ്, അത് ലൈസൻസ് ഉള്ള നല്ല ഇലക്ട്രീഷ്യനോട് മാത്രം ചെയ്യിക്കുക. ഡു തിങ്സ് ഇൻ എ മെത്തഡിക്കൽ വേ. ഓരോ കാര്യം അതിൻ്റെ കറക്റ്റ് മെത്തേഡിൽ മാത്രം ചെയ്യുക വർക്ക്. ഡോണ്ട് എൻഗേജ് യുവർ സെൽഫ് ഇൻ കൺവെർസേഷൻ വിത്ത് അതേഴ്സ് വൈൽ കോൺസെൻട്രേറ്റിംഗ് ഓൺ ദ ജോബ്. ഒരു ജോലിയിൽ വ്യാപൃതനായിരിക്കുമ്പോൾ എന്താണ് മറ്റുള്ളവരോട് സംസാരിക്കാൻ പോകരുത്, നമ്മളെ ശ്രദ്ധ മാറാൻ സാധ്യതയുണ്ട്. ഡോണ്ട് ട്രൈ ടു സ്റ്റോപ്പ് ഇൻ എ റണ്ണിങ് മെഷീൻ വിത്ത് ഹാൻഡ്സ്. കൈ ഉപയോഗിച്ചിട്ട് ഒരിക്കലും ഒരു മെഷീൻ നിർത്തരുത്. ഓക്കെ, അടുത്തതായി മെഷീൻ സേഫ്റ്റി. ഒരു മെഷീൻ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, മെഷീനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. സ്വിച്ച് ഓഫ് ദ മെഷീൻസ് ഇമ്മീഡിയറ്റ്ലി ഇഫ് സംതിങ് ഗോസ് റോങ്. എവിടെയെങ്കിലും എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഒച്ച കേട്ടാൽ പെട്ടെന്ന് മെഷീൻ നമ്മൾ സ്റ്റോപ്പ് ആക്കണം. കീപ് ദ മെഷീൻ ക്ലീൻ. എപ്പോഴും മെഷീൻ ക്ലീൻ ആയിരിക്കണം. റീപ്ലേസ് അനി വോൺ ഔട്ട് ഓർ ഡാമേജ്ഡ് ആക്സറീസ് ഹോൾഡിംഗ് ഡിവൈസസ് നട്ട്സ് ബോൾട്ട്സ് ഓൺ സൂൺ ആസ് പോസിബിൾ. അത് മെഷീൻ എന്തെങ്കിലും ഭാഗങ്ങൾ കംപ്ലൈൻറ്റ് ആയി, നെട്ടോ ബോൾട്ടോ എന്തെങ്കിലും ഡിവൈസ് കംപ്ലൈൻറ്റ് ആയി അത് പെട്ടെന്ന് മാറ്റുക. കൂടുതൽ അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അത് പെട്ടെന്ന് റീപ്ലേസ് ചെയ്യുക പുതിയതായിട്ട്. ഡു നോട്ട് അറ്റംപ്റ്റ് ഓപ്പറേറ്റിംഗ് ദ മെഷീൻ അണ്ടിൽ യു നോ ഹൗ ടു ഓപ്പറേറ്റ് ഇറ്റ് പ്രോപ്പർലി. ഏതെങ്കിലും ഒരു മെഷീൻ പ്രവർത്തിപ്പിക്കുന്നതിന് മുമ്പ് ആ മെഷീനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാം എന്ന് ഉറപ്പിക്കുക. അങ്ങനെ എല്ലാ കാര്യങ്ങളും അറിയെങ്കിൽ മാത്രമേ നിങ്ങളുടെ മെഷീൻ ഓണാക്കാവൂ. ഡു നോട്ട് അഡ്ജസ്റ്റ് ടൂൾ ഓർ ദ വർക്ക് പീസ് അൺലെസ് ദ പവർ ഈസ് ഓഫ്. ഒരിക്കലും ഒരു മെഷീൻ പവർ ഓഫ് ആക്കാതെ അതിൻ്റെ നമ്മൾ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകരുത്, ആ വർക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വർക്ക് പീസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകരുത്. മെഷീൻ ഓഫാക്കിയ ശേഷം മാത്രം ചെയ്യാം. സ്റ്റോപ്പ് ദ മെഷീൻ ബിഫോർ ചേഞ്ചിങ് ദ സ്പീഡ്. നമ്മൾ എപ്പോഴെങ്കിലും സ്പീഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, മെഷീൻ ഓഫാക്കണം അല്ലേ. നമ്മൾ ക്ലച്ച് ചവിട്ടിയ ശേഷം മാത്രമേ നമ്മൾ ഗിയർ വണ്ടീൻ്റെ ബൈക്കിലൊക്കെ ചേഞ്ച് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ ഒരു മെഷീനിൽ ഗിയർ മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യം മെഷീൻ ഓഫാക്കണം. ഡിസെൻഗേജ് ദ ഓട്ടോമാറ്റിക് ഫീഡ്സ് ബിഫോർ സ്വിച്ചിങ് ഓഫ്. ഓഫാക്കുന്നതിന് മുമ്പ് എന്താണ് അതിൻ്റെ ഓട്ടോമാറ്റിക് ഫീഡൊക്കെ നമ്മൾ ഡിസെൻഗേജ് ചെയ്യണം, അല്ലെങ്കിൽ കംപ്ലൈൻറ്റ് വരുന്ന സാധ്യതയുണ്ട്. ചെക്ക് ദ ഓയിൽ ലെവൽ ബിഫോർ സ്റ്റാർട്ടിങ് ദ മെഷീൻ. മെഷീൻ ഓണാക്കുമ്പോൾ എന്താണ് അതിൻ്റെ ഓയിൽ ലെവൽ പരിശോധിക്കുക, ഓയിൽ കറക്റ്റായിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള മെഷീനറിക്ക് ഡാമേജ് വരും. നെവർ സ്റ്റാർട്ട് എ മെഷീൻ അൺലെസ് ആൾ ദ സേഫ്റ്റി ഗാർഡ്സ് ആർ ഇൻ ദ പൊസിഷൻ. ഒരു മെഷീൻ ഒരിക്കലും സ്റ്റാർട്ടാക്കുക എന്താണ് അതിൻ്റെ സേഫ്റ്റി ഗാർഡൊക്കെ എല്ലാ പൊസിഷനാണോ നോക്കുക, അതിനുശേഷം മാത്രം സ്റ്റാർട്ടാക്കുക. ടേക്ക് ദ മെഷർമെൻറ്റ്സ് ഓൺലി ആഫ്റ്റർ ദ സ്റ്റോപ്പ് ഇൻ ദ മെഷീൻ. നമുക്ക് ഏതെങ്കിലും ഒരു വർക്ക് പീസിന് മുകളിൽ അളവെടുക്കണം എന്ന് കരുതുക, അപ്പോൾ ആ മെഷീൻ ഓഫാക്കിയ ശേഷം മാത്രം അളവെടുക്കാൻ പോവുക. യൂസ് വുഡൻ പ്ലാങ്ക്സ് ഓവർ ദ ബെഡ് വൈൽ ലോഡിംഗ് ആൻഡ് അൺലോഡിങ് ഹെവി ജോസ്. വലിയ ലോഡൊക്കെ നമ്മൾ വലിയ മെഷീന് മുകളിലൊക്കെ വലിയ ലോഡൊക്കെ നമ്മൾ അതിന് മുകളിൽ വർക്ക് പീസ് വെക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു വുഡൻ പ്ലാങ്ക്, ഒരു മരത്തിൻ്റെ പീസ് വെക്കുക, അല്ലെങ്കിൽ ആ മെഷീന് ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. സേഫ്റ്റി ഈസ് എ കോൺസെപ്റ്റ്, അണ്ടർസ്റ്റാൻഡ് ഇറ്റ് സേഫ്റ്റി ഈസ് എ ഹാബിറ്റ് കൾട്ടിവേറ്റഡ്. കോമൺ ആയിട്ട് എന്താണ് സേഫ്റ്റി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റാണ്. അത് ശരിയായിട്ട് ആ സേഫ്റ്റിനെ കുറിച്ച് ശരിയായി മനസ്സിലാക്കുക, അത് ഒരു ഹാബിറ്റാക്കി എടുക്കുക, നമ്മൾ ശീലമാക്കി എടുക്കുക. നമ്മൾ എന്താണോ പഠിക്കുന്നത് ആ പഠിക്കുന്ന ശീലം ശരിയായിട്ട് പ്രയോഗിക്കുക. ആൻഡ് കൾട്ടിവേറ്റഡ്, അത് ശരിയായ സമയത്ത് നമ്മൾ ഉപയോഗിക്കുക. എല്ലാ സമയവും സേഫ്റ്റി ഒരു ഹാബിറ്റായിട്ട് കൊണ്ടുവെടുക്കുക, ഒരു ശീലമായിട്ട് കൊണ്ടുകിടക്കുക ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ മാത്രം നമുക്ക് അപകടം കൂടാതെ ഒരു മെഷീനിൽ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക്സ്.